വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര കുട്ടി വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ മീഷോയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു 5 പീസ് ബെഡ്ഷീറ്റ് സെറ്റ് ഉണ്ടാവും. അതിപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് നോക്കി. അത് വാങ്ങിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഇനി കൂടുതൽ വാങ്ങിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനൊരു സിംഗിൾ ഐറ്റം അല്ല വാങ്ങിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ഷോർട്സിൽ എനിക്കിതിന് എൻ്റെ കറക്റ്റ് റിവ്യൂ എനിക്ക് അതിൽ പറയാൻ പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു പ്രിന്റ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രിന്റ് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു കേട്ടോ. ഇതുപോലത്തെ ഒരു പാക്കേജിങ്ങിലായിരുന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് പാക്കേജിങ്. അപ്പോൾ അതല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇതിൻ്റെ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ 2 കുഷ്യൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കുഷ്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ഒരു 500 സംതിങ്ങിനാണ് ഞാനിത് വാങ്ങിച്ചത്. 400 സംതിങ്ങിനും നമ്മൾ വേറെ കുറേ പ്രിൻറ്റ്സ് കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും വൈറലായ പ്രിന്റ് തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുഷ്യൻസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ കണ്ടോ ഈ ഒരു ഇത് വരുന്നുണ്ടല്ലോ, ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര റിച്ച് ലുക്ക് തരുന്നുണ്ട്. നമ്മളിത് വിരിച്ച് കഴിഞ്ഞാലും നല്ല ഒരിക്കലും നമ്മൾ 500-നോ അല്ലെങ്കിൽ 400-നോ വാങ്ങിച്ചതാണെന്ന് തോന്നൂല. അതുപോലെ തന്നെ ഇതിൻ്റെ സിപ്പായാലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, സിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ 2 തലയണ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന് വേർത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലും ഇതൊക്കെ നമുക്ക് ഈ ഒരു പില്ലോ കേസുമേ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ വേറെ കവർ ഇട്ടിട്ട് അങ്ങനെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓവറോൾ നമ്മളിത് വിരിച്ച് കഴിയുമ്പോൾ നല്ലൊരു എക്സ്പെൻസീവ് ലുക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൻ്റെ പില്ലോ കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പില്ലോ കവറിലും ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പില്ലോ കവർ എൻ്റെ തലയണക്ക് വീതി കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മളുടെ തലയണക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് നീളം കൂടുതലാണ്, പക്ഷെ വീതി കുറവായ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമ്മളുടെ പില്ലോ എന്തായിരിക്കും ഇതിനേക്കാളും ചെറുതായിരിക്കും, അല്ല വലിയ പില്ലോ ആണെങ്കിൽ നമുക്ക് വീതി ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ പില്ലോയിൽ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല കട്ടിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 പില്ലോ കേസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പില്ലോ കവറിനും ഇതുപോലെ സിബ്ബർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പില്ലോ അങ്ങനെ പൊടി വാറുന്ന പ്രശ്നമൊന്നുമില്ല ഇത് വിരിച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്ഷീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെഡ്ഷീറ്റും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ബെഡ്ഷീറ്റിൽ ഈ ഒരു പ്രിന്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം വലിയ പ്രിന്റ് വന്നതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതൊരിക്കലും പ്യുവർ കോട്ടൺ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മിക്സ് ഉണ്ട്, ചെറുതായിട്ട് പോളിസ്റ്റർ മിക്സ് വരുന്നുണ്ട്. അതിൽ ഗ്ലേസ് കോട്ടൺ ആയിരുന്നു കൊടുത്തിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓവറോൾ എനിക്ക് ഇതിൻ്റെ കുഷ്യൻ കവറും കുഷ്യനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഞാൻ എപ്പോഴും നമ്മളുടെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോട്ടൺ ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇതുപോലെയുള്ള കട്ടിയുള്ളതൊക്കെ എനിക്ക് ചൂടെടുക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ ചൂടുകാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഡിസംബർ ആയിട്ടും വലിയ തണുപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്രയും ഹൈപ്പ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പോളിസ്റ്റർ മെറ്റീരിയൽ നിങ്ങൾ കംഫർട്ടബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ നല്ലൊരു ബെഡ്ഷീറ്റ്, അതായത് നല്ല ലുക്കുള്ള ഒരു ബെഡ്ഷീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രോപ്പർ റിവ്യൂ ഞാൻ പറയാമല്ലോ, ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മോശമാണെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാം നല്ല ആ ഒരു പ്രൈസിന് അടിപൊളിയാണ്. പക്ഷേ ഇത് കോട്ടൺ അല്ല, അതിൽ കോട്ടൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് റിട്ടേൺ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.